ഒന്ന് തന്നെ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ? അല്ല, അതിപ്പോ കപ്പിൾ തന്നെ ആവണമെന്നില്ല. ചിലപ്പോ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോ വീട്ടുകാരായിരിക്കും, ചിലപ്പോ കുടുംബക്കാരായിരിക്കും, ചിലപ്പോ മക്കളായിരിക്കും, അതും അല്ലെങ്കിൽ പഠിക്കുന്നിടത്താവാം, വർക്ക് ചെയ്യുന്നിടത്താവാം, ഇനി ഇതൊന്നും അല്ലെങ്കിൽ നാട്ടുകാരായിരിക്കും. ഇതിലേതാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു ലൂപ്പാ. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ അത്ര നിസ്സാരമല്ലാത്തൊരു ലൂപ്പ്. കാരണം എന്താ അറിയോ, ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ തന്നെ വിശ്വസിച്ചു തുടങ്ങും നമ്മളാ തെറ്റുകാരെന്നുള്ളത്. ഫ്രണ്ട് നിൽക്കുന്ന ആൾക്ക് അത്രമാത്രം മാനിപ്പുലേറ്റീവ് പവർ ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളും. എന്തിനാ അത്? ആരെങ്കിലും പറയുന്ന ടാഗ് ലൈനില് അവര് പറയുന്ന കേട്ട് വിശ്വസിച്ച് അതാണ് ഞാനെന്ന് വിശ്വസിച്ച് ജീവിച്ച് റിഗ്രറ്റ് അടിച്ച് ആൻസൈറ്റി വന്ന് ഡിപ്രഷൻ അടിച്ച് അങ്ങനെ ഒരു സൈക്യാട്രിസ്റ്റ് ഡിസോർഡറിന്റെ ഒരു ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ടാവും. അതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ദിസ് ഇസ് 2025. പണ്ടത്തെ പോലെ ഒന്നും അല്ല. നമുക്കിപ്പോ എല്ലാത്തിനും പ്ലാറ്റ്ഫോംസ് ഉണ്ട്, സ്പേസ് ഉണ്ട്, വി ആർ സ്മാർട്ട് ഇനഫ്, വി ആർ ഇൻഡിപെൻഡന്റ് ഇനഫ്. നമുക്ക് എല്ലാ തരത്തിലുള്ളൊരു എന്താ പറയുക, എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ലെവൽ ഓഫ് ലൈഫ് സ്റ്റൈൽ നമുക്കിപ്പോ ഉണ്ട്. എന്നാലും ആ ലൂപ്പിൽ തന്നെ കിടക്കണം എന്നുള്ളത് ടു എ പോയിന്റ് നമ്മൾ ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ആരും നമുക്ക് വേണ്ടി ജീവിക്കാനും പോകുന്നില്ല, ആരും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാനും പോകുന്നില്ല. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന്. സമയം വൈകിട്ടില്ല, ഓടിക്കോ.